സോ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വാഴക്കൂട്ടം ബിഗ് ബോസ് സീസൺ 7 ഇപ്പിച്ചിട്ട് വാഴക്കൂട്ടുകൾ കൂടുതലാണ്. നമ്മൾ നേരത്തെ നമ്മുടെ പേജിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്നു, അതായത് വാഴകൾ കുറവാണ്, പക്ഷേ തിരുത്തേണ്ടി വരും. കാരണം പെൺവാഴകളല്ല, ആൺവാഴകളാണ് കൂടുതലുള്ളത്. ഇഷ്ടംപോലെ വാഴകളുണ്ട്, പക്ഷെ കുറച്ച് വാഴകളുടെ കുറച്ച് അതിബുദ്ധികളെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഓൾറെഡി 2 ദിവസം ആയുള്ളൂ, പക്ഷേ 2 ദിവസമായിട്ടും ഈ ആളുകൾ ഇപ്പോൾ ഗ്രൂപ്പിസം കളിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് സത്യം. കാരണം സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാത്ത കാരണം ആകെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ അനീഷ് ബ്രോ ഉണ്ട്, ആരാ നമ്മുടെ കോമണർ. ഈ അനീഷ് ബ്രോയുടെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുകയാണ് കുറച്ച് ആളുകൾ. അപ്പം അതിൽ ഒരാളാണ് നമ്മുടെ അക്ബറിക്ക. അക്ബർ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ഇവന്റെ പുറകെ പോവുക, വഴക്കുണ്ടാക്കുക, ബഹളം വെക്കുക. അവൻ എന്താണ് പറയുന്നത് അവന് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത് നമ്മുടെ ഷാനവാസ്. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാട്ടോ. ഷാനവാസിന് സ്ത്രീകളെ കുറിച്ച് ഒരു വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പം ഗിസേലിനെ കുറിച്ചാണ് നടത്തിയത്. അപ്പം അത് വേറൊരു വാഴയായിട്ട് വരുന്നു. മൂന്നാമത്തെ ആള് പ്രസിദ്ധ സിനിമാ താരം നമ്മുടെ ശരത്ത്. ഈ ശരത്തിനെ ഈ ഇടയ്ക്കൊന്ന് അഭിനയിക്കാൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ അപ്പാണി ശരത്തായിട്ടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അവനാ സാധാരണ ഈ അനീഷ് കാണിക്കുന്ന കണ്ടന്റിനെ എതിർക്കുന്ന ഒരാളാണ് ഈ ശരത്ത്. അപ്പൊ ഈ ശരത്ത് കാണിക്കുന്നത് അപ്പാനി കാണിക്കുന്ന അതേ സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഈ ഷാനവാസിന്റെ കാര്യം ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ ഷാനവാസിനെ ചില ഡയലോഗും സൗണ്ടും കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ഒരു സ്റ്റൈലും മോഡ്യൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം നീ പെട്ടെന്ന് പോയിട്ട് ഞാൻ വക്കീലെ വിളിച്ചോണ്ട് വരാം എന്നൊക്കെ പറയാൻ സാധനമില്ല, അതേ സാധനം ഒക്കെ ഇങ്ങനെ പലയിടത്തും പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഷാനവാസ്. ആൻഡ് നാലാമത്തെ ഒരാളുണ്ട് നമ്മുടെ, അതായത് സ്വന്തമായി ഒരു ഗന്ധർവനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, കാമദേവനാണെന്ന് തെളിയിക്കുന്ന ആര്യനും ഇവരെ കൂടെ കൂടിയിട്ടുണ്ട്. ആര്യന് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഗിസേലിനെ കുറിച്ചിട്ട് ഇവർ ചർച്ച നടത്തുന്നത്. എല്ലാവരും കൂടെ ഈ ഗ്രൂപ്പായിട്ട് ചർച്ച നടത്തുകയാണ്. ഗിസേലൊന്നും ചെയ്യുന്നില്ല, ഗിസേലിനെ കുറിച്ച് നമുക്ക് നന്നാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗിസേലിനടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് മലയാളം ശരിക്കും അറിയാത്തതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കാലേ വലിച്ച് താഴെ ഇട്ടാന്. അതായത് ഹിന്ദി ബിഗ് ബോസിൽ കയറി കളിച്ച് മേഞ്ഞ ഒരാളാണ്. അവർക്ക് മലയാളം ബിഗ് ബോസ് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് അയാൾക്ക് കുറച്ച് മലയാളം അറിയത്തില്ല എന്നുള്ളത് പോരായ്മ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചായ വേണം, എനിക്ക് കടക്ക് ചായ വേണം എന്ന് പറയുന്നുണ്ട്. കടക്ക് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടക്ക് പുറത്തല്ല, നമ്മളെ സ്ട്രോങ് ടീ അല്ലെ, കടക്ക് സ്ട്രോങ് ടീ വേണമെന്ന് പറയുന്നുണ്ട്. കുറെ ഈ മലയാളം കറക്റ്റ് കുറച്ച് പോരായ്മകൾ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അയാൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, അത് വഴിയെ നമുക്ക് മനസ്സിലാവും. ആൻഡ് പിന്നെ നമ്മുടെ അനുമോളുടെ കരച്ചിലാണ്. ഈ കരച്ചിലിന്റെ പുറകെയും നമ്മുടെ ഷാനവാസിക്കയും ഈ അക്ബറിക്കയും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തിനാ പോണെന്ന് അറിയത്തില്ല. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആയുർവേദത്തിനകത്ത് ഈ കഴുത്ത് വേദനയ്ക്ക് മരുന്നില്ല, അത് വെറുതെ ആയുർവേദം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം, ഇങ്ങനെ അനുവിനെ കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. കാരണം അനു ഒരു സ്റ്റഫുള്ള കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഈ ഓഞ്ഞ കരച്ചിലൊക്കെ കരയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എന്തായാലും ഗ്രൂപ്പിസം കളിക്കരുത് എന്ന് തീരുമാനിച്ച ആളുകൾ ഇപ്പൊ ഗ്രൂപ്പിസം തന്നെയാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് കളിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഗിസാലിനെ പോലെ ആളുകളടുത്ത് ചൊറിയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഇവർ കേൾക്കുന്നില്ല, പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. പിന്നെ ലേഡി ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും കളിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഒന്നും മിണ്ടാത്ത ആളുകളും ഉണ്ട്. ഈ ശൈത്യ പോലത്തെ ആളുകളൊക്കെ ഒരു വകയും മിണ്ടാതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ആക്റ്റീവ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. സോ നല്ല ടാസ്ക് കൊടുക്കുക. ഈ ടാസ്കിലാണെങ്കിൽ പോലും സ്ത്രീ സാന്നിധ്യം ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുരുഷന്മാർ വളരെ വീക്കാണ്. പിന്നെ നമ്മുടെ രഞ്ജിത്ത് ഉണ്ട് കേട്ടോ, മുൻഷി രഞ്ജിത്ത്. എനിക്കൊന്ന് പുള്ളി മുൻഷിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആക്റ്റീവ് അല്ല ഇൻ ദ സെൻസ് സംസാരിക്കാനൊക്കെ എടുക്കാനാണ്, ചുമ്മാ ഇരുന്ന് സംസാരിക്കും, വാക്വാദങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അനങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു സ്റ്റാൻഡ്. എന്തായാലും വാഴക്കൂട്ടങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് വിചാരിക്കുന്നത്. 2 ദിവസമല്ലേ ആയുള്ളൂ. സോ കുറച്ച് കഴിയട്ടെ. കുറച്ച് നല്ല സ്റ്റഫുള്ള ആളുകളൊക്കെ ഇച്ചിരി പതുങ്ങി നിൽപ്പുണ്ട്. അവർ ഉയർന്നു വന്ന് അത് സ്റ്റഫിലേക്ക് എത്തട്ടെ എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ആളുകൾ, ഈ നമ്മുടെ ഇവനുണ്ടല്ലോ, നമ്മുടെ അഭിലാഷം ഈ വാഴക്കൂട്ടത്തിനകത്ത് പെടുന്ന ഒരാളാട്ടോ. അവനും ഒരു കാര്യമില്ല, ചുമ്മാ വഴക്കുണ്ടാക്കുക. അതായത് അനീഷ് ഉണ്ടാക്കുന്ന കണ്ടന്റിനെ വെറുതെ ചൊറിയാൻ കിടന്ന് അണ്ണാക്കൊക്കെ. എന്തിനാണ് ഇങ്ങനെ അണ്ണാക്കൊക്കുന്നത്? എന്തിനാണ് കിടന്ന് കാറുന്നത്? ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. ഇച്ചിരി സമയം എടുത്ത് ചെയ്യേ. ഒരു നല്ലൊരു ഗെയിമൊക്കെ പ്ലാൻ ചെയ്യും. എന്ത് ടൈപ്പ് ഓഫ് ഗെയിം? ഒരു ഗെയിമും പ്ലാൻ ചെയ്യുന്നില്ല. ആകെ ഒരുത്തൻ ഗെയിം പ്ലാൻ ചെയ്തു, അവനെ പുറകെ നടന്ന് അവനെ ഇറിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കിയാൽ നല്ല ഗെയിമിലേക്ക് പോകും. അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 പോലെ മറ്റൊരു ദുരന്തമായി മാറരുത് സീസൺ 7 എന്ന് മാത്രമാണ് അപേക്ഷ.